JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കണ്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മൾ 18/7/2024 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. 2024 ക്വസ്റ്റ്യനുകൾ എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗമേത്? ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഓപ്ഷൻ എ ഉത്തര മഹാസമതലം, ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി, ഓപ്ഷൻ സി ഹിമാലയ പർവ്വതം, ഓപ്ഷൻ ഡി തീര സമതലങ്ങൾ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഏതാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ഏതാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ഉത്തരം? ഉപദ്വീപീയ പീഠഭൂമി അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിയാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ ചേർത്തിട്ടുള്ളവയില് കാവേരി നദിയുടെ പോഷക നദി ഏത്? താഴെ തന്നിട്ടുള്ള 4 നദികളില് ഏതാണ് കാവേരി നദിയുടെ പോഷക നദി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇന്ദ്രാവതി, ഓപ്ഷൻ ബി കബനി, ഓപ്ഷൻ സി ശബരി, ഓപ്ഷൻ ഡി ഭീമ. ഏതാണ് ശരി ഉത്തരം? കാവേരി നദിയുടെ പോഷക നദി ഏതാണ്? കബനിയാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കബനി നദിയാണ് കാവേരി നദിയുടെ പോഷക നദി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ. ഓപ്ഷൻ എ റാഡ്ക്ലിഫ് രേഖ, ഓപ്ഷൻ ബി മക്മോഹൻ രേഖ, ഓപ്ഷൻ സി ഡ്യൂറന്റ് രേഖ, ഓപ്ഷൻ ഡി ഗ്രീൻവിച്ച് രേഖ. ഏതാണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരി ഉത്തരം ഏതാണ്? റാഡ്ക്ലിഫ് രേഖയാണ് കറക്റ്റ് ആൻസർ. റാഡ്ക്ലിഫ് രേഖ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി ഗോവ. ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം? ഗുജറാത്ത് ആണ് അല്ലെ. ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ എ എവറസ്റ്റ്, ഓപ്ഷൻ ബി ആനമുടി, ഓപ്ഷൻ സി നന്ദാദേവി, ഓപ്ഷൻ ഡി കാഞ്ചൻജംഗ. ഏതാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആനമുടിയാണ് അല്ലെ. ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി നീണ്ടകര, ഓപ്ഷൻ സി വിഴിഞ്ഞം, ഓപ്ഷൻ ഡി കായംകുളം. ഏതാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? വിഴിഞ്ഞമാണ് അല്ലെ. വിഴിഞ്ഞമാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ എ ചാലക്കുടി പുഴ, ഓപ്ഷൻ ബി മുതിരപ്പുഴ, ഓപ്ഷൻ സി കുറ്റ്യാടിപ്പുഴ, ഓപ്ഷൻ ഡി മണലിപ്പുഴ. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെട്ടെന്ന് ആലോചിക്കണം. ശരി ഉത്തരം ഏതാണ്? ചാലക്കുടി പുഴയാണ് കറക്റ്റ് ആൻസർ. ചാലക്കുടി പുഴ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ എ ഇരവികുളം, ഓപ്ഷൻ ബി പാമ്പാടുംചോല, ഓപ്ഷൻ സി മതികെട്ടാൻചോല, ഓപ്ഷൻ ഡി ആനമുടിച്ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണത്? ഇരവികുളം. ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. അടുത്ത കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ എ എ കെ ശശീന്ദ്രൻ, ഓപ്ഷൻ ബി എം പി രാജേഷ്, ഓപ്ഷൻ സി ജി ആർ അനിൽ, ഓപ്ഷൻ ഡി കെ എൻ ബാലഗോപാൽ. ആരാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? ആരാണ്? എം പി രാജേഷ്. എം പി രാജേഷ് ആണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ബി അഷ്ടമുടി കായൽ, ഓപ്ഷൻ സി ശാത്താംകോട്ട കായൽ, ഓപ്ഷൻ ഡി വെള്ളായണി കായൽ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്?
ശാസ്താംകോട്ട കായലാണ് അല്ലെ, ശാസ്താംകോട്ട കായൽ. അടുത്ത ക്വസ്റ്റ്യൻ. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. ഓപ്ഷൻ എ മംഗളവനം, ഓപ്ഷൻ ബി തട്ടേക്കാട്, ഓപ്ഷൻ സി കുമരകം, ഓപ്ഷൻ ഡി കടലുണ്ടി. ഏതാണ് കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം? മംഗളവനമാണ് അല്ലെ, മംഗളവനം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി കോട്ടയം. ഏത് ജില്ലയിലാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് അല്ലെ, ഇടുക്കി ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം. ഓപ്ഷൻ എ കണ്ണൂര്, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി നെടുമ്പാശ്ശേരി, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഏതാണ് ശരി ഉത്തരം? നെടുമ്പാശ്ശേരിയാണ് അല്ലെ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം നെടുമ്പാശ്ശേരി വിമാനത്താവളം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ഏതാണ്? ഓപ്ഷൻ എ മീനങ്ങാടി, ഓപ്ഷൻ ബി അമ്പലവയൽ, ഓപ്ഷൻ സി മേപ്പാടി, ഓപ്ഷൻ ഡി തിരുനെല്ലി. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ഏതാണ്? ഏതാണ്? മീനങ്ങാടി പഞ്ചായത്താണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് മീനങ്ങാടി പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത്. മീനങ്ങാടി പഞ്ചായത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗില് ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗില് ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി കേരളം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, കേരളം. അടുത്ത ക്വസ്റ്റ്യൻ. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആര്? 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി, ഓപ്ഷൻ ബി ബെന്യാമിൻ, ഓപ്ഷൻ സി എസ് ഹരീഷ്, ഓപ്ഷൻ ഡി കെ ആർ മീര. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ശ്രീകുമാരൻ തമ്പി. അടുത്ത ക്വസ്റ്റ്യൻ. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി. ഇതൊക്കെ പ്രത്യേകം ഓർത്തിരിക്കാനാണ്. കഴിഞ്ഞ ദിവസത്തെ പരീക്ഷയ്ക്ക് വന്നതാണ്, അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും വരും. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്നാണ്? ഓപ്ഷൻ എ ജൂൺ 20, 2023, ഓപ്ഷൻ ബി ജൂലൈ 20, 2023, ഓപ്ഷൻ സി ജൂൺ 14, 2023, ഓപ്ഷൻ ഡി ജൂലൈ 14, 2023. ഏതാണ്? ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്നാണ്? ജൂലൈ 14, 2023. അടുത്ത ക്വസ്റ്റ്യൻ. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മെയ് 17 കേരളത്തില് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ കുടുംബശ്രീ, ഓപ്ഷൻ ബി ഹരിത കർമ്മസേന, ഓപ്ഷൻ സി സഹജ, ഓപ്ഷൻ ഡി മിത്ര. ഏതാണ് ശരി ഉത്തരം? കുടുംബശ്രീ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കുടുംബശ്രീ. അടുത്ത ക്വസ്റ്റ്യൻ. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി മലപ്പുറം. ഏതാണ് യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം? ഏതാണ്? കോഴിക്കോടാണ് അല്ലെ, കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി കർണാടക. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഗുജറാത്തിലാണ് അല്ലെ. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി ഗുജറാത്ത്
ഗുജറാത്ത് എന്ന ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്. അമേരിക്കയിലെ മൈക്രോ ടെക്നോളജി താഴെ പറയുന്ന ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. 1. വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ കെ ശിവൻ. 2. പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേല്. 3. വിക്ഷേപണ വാഹനം LV മാർക്ക് 3. ഓപ്ഷൻ 4ാമത്തെ പ്രസ്താവന വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എല്ലാം ശരി, ഓപ്ഷൻ ബി 1, 2, 3 ശരി, ഓപ്ഷൻ സി 1, 3, 4 ശരി, ഓപ്ഷൻ ഡി 2, 3, 4 ശരി. അപ്പോൾ ഏതാണ് ഈ 4 പ്രസ്താവനകളിൽ ഏതാണ് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന? ഏതൊക്കെയാണ്? 2, 3, 4 ശരിയാണ്. രണ്ടാമത്തെ ഏതാണ്? പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേല്. 3. വിക്ഷേപണ വാഹനം LV മാർക്ക് 3. 4. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. അപ്പോൾ 2, 3, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ പിണറായി വിജയൻ, ഓപ്ഷൻ ബി ഉമ്മൻചാണ്ടി, ഓപ്ഷൻ സി VS അച്യുതാനന്ദൻ, ഓപ്ഷൻ ഡി AK ആന്റണി. ആരായിരുന്നു? പിണറായി വിജയൻ. 2016 ജൂൺ മാസത്തില് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അത് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്റെ വഴിത്തിരിവ്, ഓപ്ഷൻ ബി എന്റെ കഥ, ഓപ്ഷൻ സി ആത്മകഥ, ഓപ്ഷൻ ഡി എന്റെ വഴിയമ്പലങ്ങൾ. ഏതാണ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ? ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് പറയണം. ഏതാണ്? എന്റെ വഴിത്തിരിവാണ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. അടുത്ത ക്വസ്റ്റ്യൻ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തില് ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മുഹമ്മദ് ഷാമി, ഓപ്ഷൻ ബി ഹാർദിക് പാണ്ഡ്യ, ഓപ്ഷൻ സി മുഹമ്മദ് സിറാജ്, ഓപ്ഷൻ ഡി ജസ്പ്രീത് ബുംറ. ആരാണ് ശരി ഉത്തരം? ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് സിറാജ്. മുഹമ്മദ് സിറാജ് ആണ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? ഓപ്ഷൻ എ ഊർജിത് പട്ടേൽ, ഓപ്ഷൻ ബി എസ് ജയശങ്കർ, ഓപ്ഷൻ സി ശശി തരൂർ, ഓപ്ഷൻ ഡി അമിതാഭ് കാന്ത്. ആരായിരുന്നു 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ? ആരായിരുന്നു? അമിതാഭ് കാന്ത്. അമിതാഭ് കാന്ത് ആയിരുന്നു 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.